ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നമുക്കൊരു ഇടിയപ്പം ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ട എൻ്റെ കൂട്ടുകാരൻ ആരാന്നറിയാമോ ഇത് ഉണ്ടാക്കാനുള്ള കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെയും കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ബാ. പരിപാടിയെല്ലാം പെട്ടെന്ന് കഴിയും കേട്ടോ. നമുക്ക് ഇടിയപ്പം എത്ര വേണമെങ്കിലും 4 എണ്ണം നമുക്ക് ഇതിൽ ഉണ്ടാക്കാം. എളുപ്പം പരിപാടി, ആരുടെ സഹായവും ഇല്ല. നമുക്ക് ഇടിയപ്പം റെഡി ആയിക്കഴിയുമ്പോൾ ഒരുമാതിരി ആയിക്കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇത് കണ്ടോ, ഇടിയപ്പം നല്ല അടിപൊളിയായിട്ട്. ഇനി ഞാനിതൊന്ന് കൊണ്ടുപോയി വെക്കട്ടെ, അടുപ്പത്ത് വെച്ചിട്ട് വരാം. നമുക്ക് തേങ്ങ ഇടാം അതിൻ്റെ മേലെ കൂടെ. തേങ്ങയോ പഞ്ചസാരയൊക്കെ വേണ്ടവർക്ക്, മധുരമൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. ഇവിടെ ഞാൻ തേങ്ങ ഇടുന്ന അടിയിലും ഇട്ടു, മേലെ ഇടുവാണ്. നമുക്കിത് എടുത്ത് വെക്കാം. പെട്ടെന്ന് പരിപാടി കഴിയും നമുക്ക്. ഇനി അടുത്ത സെഷനും കൂടെ ഒരു 2-3 കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ സഹായിയാണ്, എൻ്റെ ചോപ്പർ കൂട്ടിനെ പോലത്തെ ഒരു സഹായിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുവാണെങ്കിൽ പരിപാടിയെല്ലാം കഴിയുമല്ലോ. അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇടിയപ്പമൊക്കെ. മറ്റേ അത് ഞെക്കി പിടിച്ച് വരുമ്പോൾ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാണ് പെട്ടെന്ന് പരിപാടിയും ചെയ്ത് കറണ്ട് ചാർജും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് അവിടെ എടുത്ത് വെക്കുകയും ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇടിയപ്പം റോബസ്റ്റ് പഴമാണ് ഇന്ന് കഴിക്കുന്നതെല്ലാം രാവിലത്തെ. അങ്ങനെ 2 അമ്മമാരും ഇരുന്ന് കഴിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ ചായൻ്റെ കടിയാണ് ഇടിയപ്പവും റോബസ്റ്റ് പഴവും. അപ്പോൾ എല്ലാവരും വരുക, നമുക്ക് കഴിക്കാം. അങ്ങനെ 2 അമ്മമാരും കഴിക്കുന്നു, സന്തോഷമാവുന്നു. നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവർ കഴിക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം വരുള്ളൂ. നമ്മുടെ വയറ് നിറയും, നമ്മുടെ വയറും മനസ്സും നിറയും അവർ സന്തോഷത്തോടെ കഴിക്കുമ്പോൾ. അതല്ലേ നമുക്ക് വേണ്ടത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എല്ലാവരും ഞാനിടുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ചെറിയ ചെറിയ വീഡിയോകളാണെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബായ്.